ഗൈസ് ആർഷ് വ്ളോഗിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ സാധനം, അതായത് എനിക്ക് പുതിയ സാധനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിലെ പുതിയ ക്യാമറ ഗോപ്രോ ഹീറോ 8 കിട്ടിയിരിക്കുന്നു. അതായത് വാങ്ങിയതല്ല, വാങ്ങി തന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇത് എങ്ങനെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ വാങ്ങാം, പിന്നെ ഇതിൻ്റെ ചില ഫങ്ഷൻസ്, ചില പോരായ്മകൾ, ചില അത്യാവശ്യങ്ങൾ, പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യുന്നവർക്ക് ചില അത്യാവശ്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ഗോപ്രോ ഹീറോ 8 ക്യാമറ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വാങ്ങിയതല്ല, വാങ്ങി തന്നതാണ്. അത് എനിക്ക് വാങ്ങി തന്നത് ഫ്രണ്ട്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട്, ഇപ്പോൾ ഞാൻ 2 ആഴ്ചയായി വീഡിയോ തന്നെ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ ബാക്കിലായിരുന്നു. ഈ ക്യാമറ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എന്നെ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ട് ആശ തന്നു. ഒരാൾക്കൊരു ആശ കൊടുക്കരുത്, ആന കൊടുത്താൽ ആശ കൊടുക്കരുത് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ആശ തന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇത് കയറി. പിന്നെ ഞാൻ 24 hours യൂട്യൂബിലും ഫ്ലിപ്കാർട്ടിലും ഓൺലൈനിലൊക്കെ ഇതിൻ്റെ വില നോക്കുക, കാര്യങ്ങൾ നോക്കുക, സ്പെക്ക് നോക്കുക. ഇതന്നെയായിരുന്നു എൻ്റെ കുറച്ച് കാലത്തെ പരിപാടി. അപ്പോൾ എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ലതുപോലെ അറിയാമായിരുന്നു. പിന്നെ എൻ്റെ ഫ്യൂച്ചറിൽ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരൊക്കെ കൂടി ചേർന്ന് തന്നിട്ട് അവർ വാങ്ങി തന്നാണ്. എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇതിനു വേണ്ടി ഞാൻ ചിലവാക്കിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരാണിത് വാങ്ങി തന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം ഇനിയുള്ള നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസ് കംപ്ലീറ്റ് വരാൻ പോകുന്നത് നമ്മുടെ ഗോപ്രോ ഹീറോ 8 ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സത്യം പറഞ്ഞ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇതിൽ കുറേ പേരൊന്നും അവരുടെ പേര് വെളിപ്പെടുത്താൻ തന്നെ ആഗ്രഹിക്കുന്നില്ല, പറയരുത് എന്നൊക്കെയാണ് പറഞ്ഞ്, വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇടരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് നമ്മളെന്താ പറയുക, ഒരു കാര്യം ആഗ്രഹിച്ചാൽ, നമ്മളെ ഇതിൽ ആൽക്കെമിസ്റ്റിലൊക്കെ പറയുന്നത് പോലെ നല്ലതുപോലെ ആഗ്രഹിച്ചാൽ, അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കാണുന്നതും ഉറങ്ങാൻ പറ്റാത്തതുമായ സ്വപ്നം കാണുമ്പോഴും, അതായത് എന്താ അങ്ങനെ പറയാമെന്നറിയില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉറങ്ങാൻ തന്നെ നല്ലോണം വൈകും. സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഇത് മാത്രമായിരിക്കും, ഏത് സമയം ഫോണിൽ ഇത് മാത്രമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും മുഴുവൻ, ഒരുവിധപ്പെട്ട ചാനലിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. മലയാളത്തിൻ്റെ ഏകദേശം കംപ്ലീറ്റ് കണ്ടു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാനൽസിൻ്റെ കുറേ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് മാത്രമായിരുന്നു എൻ്റെ മെയിനിൽ. പിന്നെ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച ആ സാധനം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് കൂടി എനിക്ക് ഈ ക്യാമറ വേണമെങ്കിൽ കാണിച്ച് തരാം. അത്രയും ഞാൻ ആഗ്രഹിച്ചു. ഒരിക്കലും കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബഡ്ജറ്റിലുള്ള സാധനം വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രണ്ട്സാണ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിലുള്ള കുറച്ച് റിലേറ്റീവ്സ്, ഇവരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്യാമറ വാങ്ങിയത്. അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള താങ്ക്സ് ഉണ്ട്. കാരണം അവൻ്റെ ഈ കോവിഡ് സമയത്ത് അവൻ്റെ പല ആവശ്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത്. അപ്പോൾ അത് എത്ര പറഞ്ഞാലും പറയേണ്ട ആവശ്യമില്ല അവൻ്റെ അടുത്ത്, എന്നാലും പറയണേ, എത്ര പറഞ്ഞാലും മതിയാവില്ല ആ നന്ദി. എന്നെപ്പോലെ തന്നെ ഗോപ്രോൻ്റെ ക്യാമറകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ ക്യാമറ വാങ്ങണം, എന്നാൽ ബഡ്ജറ്റ് ഭയങ്കര വലിയ ബഡ്ജറ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എവിടെ നിന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇതിനിപ്പോൾ ഏകദേശം പ്രൈസ് ഫ്ലിപ്കാർട്ടിലൊക്കെ 35,000 രൂപയോളം വരുന്നുണ്ട് ക്യാമറയ്ക്ക് മാത്രം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ GSTയും കൂടിയിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. ഏകദേശം 7-8 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ സെയിം പ്രൊഡക്റ്റ് നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, ദുബായിൽ ഇതിന് 26 രൂപയൊക്കെയാണ് ഉള്ളൂ. അതായത് ടാക്സ് ഇല്ല, അവിടെ GST ഇല്ലാത്തത് കൊണ്ടായിരിക്കും നല്ല ഡിഫറൻസ് വരുന്നുണ്ട് ഇതിന്. ഈ ദുബായിൽ നിന്ന് മാക്സിമം നിങ്ങൾ എടുക്കുക പ്രൊഡക്റ്റ്. സൗദിയിലൊക്കെ ഏകദേശം ഇതേ റേറ്റ് തന്നെയാണ്, ഇന്ത്യത്തെ അതേ റേറ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ദുബായിൽ നിന്ന് എടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ ഗോപ്രോൻ്റെ പുറകിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ദുബായിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഓർഡർ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ആമസോണിലാണെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്താൽ, നാട്ടിലെ അഡ്രസ്സ് കൊടുത്താൽ, അവിടെ നിന്ന് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നാട്ടിൽ ഈ സാധനം ആ പ്രൈസിന് ഡെലിവറി ചെയ്ത് തരും.
അതായത് ദുബായിലുള്ള ഫ്രണ്ട്സ് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ അഡ്രസ്സിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് ആമസോണുകാർ ഡെലിവറി ചെയ്തു തരും എന്നൊരു കാര്യം കൂടി ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് പലർക്കും അറിയും, എന്നാലും ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അതും കൂടെ ഞാൻ പറയുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാനിതൊരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഉണ്ടോ വാങ്ങിയത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അത് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു ഫ്രണ്ട് ഓലക്സിൽ കൂടെ പരിചയപ്പെട്ട വേറൊരു ഫ്രണ്ടാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഇത് വേറൊരു ഫ്രണ്ടാണ്. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞ അറിവ് വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളിപ്പോൾ ഒരു വ്ളോഗറോ അല്ലെങ്കിൽ അത്യാവശ്യം റൈഡ് ചെയ്യുന്ന ഒരുപാട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ചാർജ് വെറും 45 മിനിറ്റേ നിൽക്കുള്ളൂ. 45 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്, അതിൽ കൂടുതൽ നിൽക്കില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ ക്യാമറ വാങ്ങുന്നവർ 100% വാങ്ങേണ്ട ഒരു കാര്യമാണ് ഒരു അഡീഷണൽ ബാറ്ററി. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രാ ചാർജർ കൂടെ ഉണ്ടെങ്കിൽ സൗകര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഗിലൊക്കെ ഇത് ചാർജ് ചെയ്ത് വെച്ചിട്ട് മറ്റേ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ക്യാമറ. ഇതിൻ്റെ ഒപ്പം ഒരു ഷോട്ട് എക്സ്ട്രാ കിട്ടിയതാണ്. ഇത് വന്നിട്ട് ഒരു ട്രൈപോഡായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ കുറച്ച് കൂടെ ലെങ്ത്ത് നമുക്ക് കൂട്ടാനൊക്കെ പറ്റും. അത്യാവശ്യം ട്രൈപോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ലെൻസ് കണ്ടോ, ഇത് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് മാക്സിമം ഇതിനൊരു പ്രൊട്ടക്ടർ വാങ്ങി വയ്ക്കുക. നമ്മളിപ്പോൾ ഈ മൊബൈലിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കുന്നത് പോലെ ഒരു സ്ക്രീൻ ഗാർഡ് ഇതിന് വാങ്ങി ഒട്ടിക്കുന്നത് ബെസ്റ്റായിരിക്കും. ഇതിപ്പോൾ ഒരു അൺബോക്സിങ് പോലെ കാണിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ജാതി സത്യം പറഞ്ഞാൽ ഒരു വെറുപ്പിക്കലായിരിക്കും. കാരണം അത്രയേറെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ആൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോപ്രോ ക്യാമറ വാങ്ങുന്നവർ ആൾറെഡി ഇപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞവരായിരിക്കും. അതുകൊണ്ട് ഇതിൽ കുറച്ച് ഫങ്ഷൻസ് മാത്രം ഞാൻ കാണിച്ചു തരാം. വ്ളോഗ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിൽ മൈക്ക് എക്സ്റ്റേണൽ സൗണ്ട് എങ്ങനെ കിട്ടും കാര്യങ്ങൾ അതൊക്കെ നമുക്ക് റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. എന്നിരുന്നാലും ഞാൻ പറയാം, അതായത് അത്യാവശ്യം നോയ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല നോയ്സ് ക്യാപ്ചർ ചെയ്യും എന്നാണ് എൻ്റെ ഒരു നിഗമനം. വിൻഡ് നല്ലോണം ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിന് അഡീഷണൽ മൈക്കൊക്കെ വാങ്ങാൻ നല്ല ക്യാഷ് ചിലവുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ബോയിയുടെ ഒക്കെ മൈക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നല്ല ക്യാഷ് ചിലവ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വിൻ പ്രൊട്ടക്ടറായിട്ട് വിൻഷീൽഡ് മാതിരി വെക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതിനും ഒരു 1000-ൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചില ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ പറയുകയാണ്, നമ്മുടെ ഇതുപോലെയുള്ള ഇതിപ്പോൾ ബോയയുടെ ആണ് വിൻഷീൽഡ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ പഴയ ടോയ്സിൻ്റെയോ അങ്ങനെ എന്തിൻ്റെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ മൈക്കിൻ്റെ ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടെയും ഈ വേറെ ഈ ഭാഗത്തും പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തുമാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്, മൈക്ക് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വിൻഡും നോയ്സൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് കുറയും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ആ വീഡിയോയിലൊക്കെ കണ്ടത്. അപ്പോൾ അത് വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ പ്രധാനമായിട്ടുള്ളൊരു ഡൗട്ടാണ്. എനിക്ക് ഇത് വാങ്ങുന്നതിന് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിൽ നല്ലൊരു രീതിയിലുള്ള വോയിസ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റെക്കോർഡ് ആവുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ക്യാപ്ചർ ആവുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഈ ക്യാമറയിൽ ഇനി അടുത്തത് ഞാൻ നോയ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും. ഞാൻ ഒരു വീഡിയോ എടുക്കാം. അത് ഇനി കാണുന്ന ഷോട്ട് നിങ്ങൾ ആ വീഡിയോ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് വന്നിട്ട് ഗോപ്രോ ഹീറോ 8-ലുള്ള വോയിസാണ് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് വോയിസ് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൽ വാങ്ങുന്ന മെമ്മറി കാർഡ്. അപ്പോൾ അതിന് നല്ല റീഡിങ് കപ്പാസിറ്റി ഉള്ള ക്ലാസ് 10 മെമ്മറി കാർഡ് വാങ്ങണം. എന്നാൽ മാത്രമാണ് ഹാങ് ഇല്ലാതെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സാംസങ് ഇവോ പ്ലസ് അല്ലെങ്കിൽ സാൻഡിസ്ക് അൾട്ര പോലത്തെ മെമ്മറി കാർഡ് വാങ്ങുക. നല്ല ക്യാഷ് വേണം. അതായത് ഒരു 1000 രൂപേൻ്റെ മുകളിലൊക്കെ വരും. അപ്പോൾ അതും ഒന്ന് നോക്കുക. ഞാനിപ്പോൾ തൽക്കാലം സാംസങ് ഇവോ പ്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ മൊബൈലിലിരുന്ന SD കാർഡാണ്. അപ്പോൾ ഇത് ഇട്ടപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഏതാണ് നല്ല മെമ്മറി കാർഡ് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗോപ്രോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയി നോക്കുക. അപ്പോൾ എൻ്റെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വാഹനങ്ങൾ പോകണതിൻ്റെ നോയ്സൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
ഇനി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പുറത്ത് പോയിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ വീട്ടിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോയ്സും വിൻഡിൻ്റെ ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നോയ്സ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞ തന്നെ ഒന്നില്ലെങ്കിൽ ഒരു ഡെഡ് കാറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വിൻഷീൽഡ് പോലത്തെ വാങ്ങുക. ഗോപ്രോൻ്റെ തന്നെ ഉണ്ട്, അതിന് അത്യാവശ്യം നല്ല ക്യാഷ് വരുന്നുണ്ട്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് വാങ്ങണമെങ്കിലും അത്യാവശ്യം ക്യാഷ് ഉണ്ട്. ഇല്ലെങ്കിൽ ബോയ പോലത്തെ ഉള്ള മൈക്ക്, ഷോർട്ട് ഗണ്ണൊക്കെ മൈക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുക. അപ്പോഴും ഒരു അഡാപ്റ്റർ വാങ്ങണം, അതിന് നല്ല ക്യാഷ് വരുന്നുണ്ട്. 2000, 1000 അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് പോകുന്നത്. ഇതിൻ്റെ ഗോപ്രോൻ്റെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിലും ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഓരോ ആംഗിളുകൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ കാണുന്ന ആംഗിൾ വന്നിട്ട് നാരോ ആംഗിളാണ്. ഏറ്റവും ചെറിയ രീതിയിലുള്ള ആംഗിളുള്ള നാരോ ആംഗിളിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ലീനിയർ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലീനിയർ ആംഗിളാണ്. ഇപ്പോൾ നല്ല വിൻഡ് വരുന്നുണ്ട്, അതിൻ്റെ നോയ്സൊക്കെ ക്യാപ്ചർ ചെയ്യണ്ടോ നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ നോയ്സ്, വിൻഡിൻ്റെ ഇതൊക്കെ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലീനിയറാണ്. ഇനി അടുത്തത് വൈഡ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിളാണ്. അപ്പോൾ ഇത് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കുക. ഇതാണ് സൂപ്പർ വ്യൂ. ഈ ക്യാമറയുടെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വൈഡ് ആംഗിളാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വലുതായിട്ട് ഒരു റൗണ്ട് പോലെയൊക്കെ രണ്ട് സൈഡ് നിങ്ങൾക്ക് തോന്നും. ഈ ഒരു ആംഗിളിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് ചെയ്യാൻ അത്ര ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാറ്റിൻ്റെ ഒരു പവർ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലീനിയർ മോഡലാണ് ഇരിക്കുന്നത്. ലീനിയർ മോഡലാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ടൈം റാപ്പൊക്കെ ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിന് നമ്മൾ സ്പീഡായിട്ട് പോയി കാണിക്കുന്നത് പോലെയും അതിൻ്റെ അടുത്ത് പോയിട്ട് സ്ലോ ആകുന്നത് പോലെയൊക്കെ അതൊക്കെ കാണിച്ച് ഞാൻ ബോറാക്കുന്നില്ല. അതുപോലെ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്ലോ മോഷനൊക്കെ അത്യാവശ്യം ഫോണിലുള്ളത് പോലെ തന്നെയാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ്. 4K ആണ്, വാട്ടർ പ്രൂഫാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ എടുക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഗോപ്രോൻ്റെ ആപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് ഗോപ്രോൻ്റെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്. ആപ്പിളിൻ്റെ അതിലും കിട്ടും, ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ക്യാമറയിൽ നിന്നും നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. മൊബൈലിൽ നിന്ന് ആ ആപ്പിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. നമ്മുടെ മെമ്മറി കാർഡിൽ മൊബൈലിൻ്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ഗോപ്രോ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ക്യാമറ തന്നെയാണ്. പിന്നെ അതുപോലെ സ്റ്റെബിലിറ്റിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഗോപ്രോ വാങ്ങുന്നത് തന്നെ നമ്മൾ അത്രയും സ്റ്റെബിലിറ്റി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനുള്ള നല്ല സ്റ്റെബിലിറ്റി തന്നെയാണ്. അതൊന്നും ഞാൻ എടുത്ത് കാണിക്കണമെന്നില്ല. പിന്നെ ഇതൊരു പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് വലിയ, അതായത് ഞാൻ അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒന്നുമല്ല ഉദ്ദേശിച്ച്. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നതും. പിന്നെ കണ്ടാൽ മുടി ജീവാനടക്കം നേരെ സമയം കിട്ടിയിട്ടില്ല, തോന്നിയ പോലെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഗോപ്രോ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഉടനെ വരുന്നതാണ്. ഓക്കെ.